അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 39-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ. അങ്ങനെ ജഅല അവൻ ഉണ്ടാക്കി, മിൻഹു അതിൽ നിന്ന്, അസ്സൗജൈനി രണ്ട് ഇണകളെ, അദ്ദക്കറ പുരുഷനെയും, വൽ ഉൻസ സ്ത്രീയെയും. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ. അങ്ങനെ അതിൽ നിന്ന് ഇണകളായി മനുഷ്യനെ ആണായി പെണ്ണായി സൃഷ്ടിച്ചു. മനുഷ്യാരംഭം മുതൽ സ്ത്രീകൾ മാത്രം പ്രസവിക്കപ്പെടുക, പുരുഷന്മാർ മാത്രം പ്രസവിക്കപ്പെടുക എന്ന അവസ്ഥയില്ല. ലോകത്ത് സ്ത്രീകളും ഒരുപാട് ജനിച്ചു വീഴുന്നു, പുരുഷന്മാരും ഒട്ടേറെ ജനിച്ചു വീഴുന്നു. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, അള്ളാഹുവിൻ്റെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഫലമാണ്. ലോകത്ത് പുരുഷന്മാർ മാത്രമാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ മനുഷ്യകുലം നിലനിൽക്കില്ല. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പുരുഷനിലുള്ള എക്സ് വൈ ക്രോമോസോമുകൾ, സ്ത്രീയിലുള്ള എക്സ് ക്രോമോസോം, പുരുഷൻ്റെ എക്സ് ക്രോമോസോം സ്ത്രീയുടെ എക്സ് ക്രോമോസോമായി ചേരുമ്പോൾ പെൺകുട്ടി ഉണ്ടാവുന്നു. പുരുഷൻ്റെ വൈ ക്രോമോസോം സ്ത്രീയുടെ എക്സ് ക്രോമോസോമായി ചേരുമ്പോൾ ആൺകുട്ടി ഉണ്ടാകുന്നു. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നിശ്ചയിക്കുന്ന ക്രോമോസോം പുരുഷന്മാരിലാണ്. ഇതിൽ എക്സ് മാത്രം കൂടിച്ചേർന്ന് പെൺകുട്ടികൾ മാത്രം ലോകത്ത് ജനിക്കുക, എക്സും വൈയും മാത്രം കൂടിച്ചേർന്ന് ആൺകുട്ടികൾ മാത്രം ജനിക്കുക, ഇങ്ങനെ സംഭവിക്കാത്തത് അള്ളാഹു ഒരു സന്തുലിതത്വം നിശ്ചയിച്ചത് കൊണ്ടാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ലോകത്ത് വേണം എന്നുള്ളത് കൊണ്ടാണ്. ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കഴിവിനെയും അവൻ്റെ ശക്തിയെയും കണ്ടെത്താൻ ഇത് മാത്രം മതി. ഇത്രയേറെ കഴിവുള്ള റബ്ബിന് മനുഷ്യൻ്റെ പുനഃസൃഷ്ടി ഒരിക്കലും അസാധ്യമല്ല താനും. മിൻഹു എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ വന്നിരിക്കുന്നു. ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ. ഉൻസ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം സാ വന്നിരിക്കുന്നു, മറച്ച് മണിക്കുക ഇഖ്ഫാ. فجعل منه الزوجين الذكر والأنثى. فجعل منه الزوجين الذكر والأنثى. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.